ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും ഒരായിരിക്കുന്ന യേശുക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചിരുന്നു. ഇന്ന് പകൽക്കാലം എന്ത് പറയണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ച ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം സങ്കീർത്തനം 58:11. ആമേൻ. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം സങ്കീർത്തനം 58:11. ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്. ആമേൻ. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയെ ന്യായവിധിക്കുന്നൊരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യൻ പറയും. രണ്ട് നിശ്ചയമായി ആമേൻ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ഒന്ന്, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. രണ്ടാമത്തത്, ഭൂമിയെ ന്യായവിധിക്കുന്നൊരു ദൈവവുമുണ്ട്, അതും നിശ്ചയമായി നടക്കുന്ന കാര്യം. ആമേൻ. കണ്ണുകളടയ്ക്കും. ഒരു നിമിഷം ഈ വചനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങനെ കാര്യങ്ങൾ ഈ വചനം തരുന്നപ്പ എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുമപ്പ. ഇതിൻ്റെ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെ നന്ദി അപ്പ. കേൾക്കുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ അപ്പ. വചനം അനുസരിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റും. പ്രാർത്ഥിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ രണ്ട് കാര്യങ്ങളെ സങ്കീർത്തനങ്ങളിൽ കൂടി ദൈവം പറയുന്നുണ്ട്. ഒന്ന്, ആമേൻ, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, അതിനൊരു മാറ്റമില്ല, മാറുന്ന ഒരു കാര്യവുമല്ല, നിശ്ചയമായി അത് കിട്ടും. രണ്ടാമത്തത്, ഈ ഭൂമിയെ ന്യായവും വിധിക്കും, അതും നിശ്ചയമായി നടക്കാൻ പോകുന്ന കാര്യം. ഹല്ലേലൂയ. ആദ്യത്തെ കാര്യം നോക്കാം. ആമേൻ. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ. സങ്കീർത്തനക്കാരിൽ കൂടെ ആമേൻ ഒരു കാര്യത്തിൽ നിശ്ചയമായി നടക്കുമെന്ന് പറയുന്നുണ്ട്. പ്രതിഫലം ഉണ്ട് നിശ്ചയം. എന്തുകൊണ്ടാണ് ഈ വാക്ക് അവിടെ പറയാൻ കാരണമെന്ന് ആമേൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെന്നറിയാമോ? ആരംഭ സമയങ്ങളിൽ എനിക്ക് ഈ വാക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം വെച്ച് എനിക്ക് ഈ വചനം മനസ്സിലാക്കി തന്നത് കാര്യം ഇങ്ങനെയാണ്. ആമേൻ. പലരും ദൈവത്തിനെ വിട്ട് ദൂരം പോയതും ദൈവത്തിനെ വിട്ട് ഓടാനുള്ള കാരണം ഈ പ്രതിഫലം കിട്ടാത്തത് കൊണ്ടാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചില കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. 2015-16 കാലഘട്ടങ്ങൾ ദൈവത്തിനെ അറിഞ്ഞു വന്ന് ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ വൈരാഗ്യത്തോടെ നിന്ന ചില കൂട്ടുകാർ, ഞാൻ അവരെ കണ്ടു. നിങ്ങളെന്താ ദൈവത്തിനെ വിട്ട് ദൂരം പോകാൻ ഉള്ള കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരെന്നോട് പറയുകയാണ്, ആമേൻ ബ്രദർ, ദൈവത്തിനെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രതിഫലവും ഒരു നന്മയും കിട്ടുന്നില്ല. കേട്ടപ്പോൾ അതിൻ്റെ വേദന തോന്നി. അവരോട് എങ്ങനെ എന്ത് പറഞ്ഞ് ആമേൻ ക്ലിയർ ആക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പോഴും ദൈവത്തിൽ നിൽക്കുന്നവരാണ്. ആമേൻ. എന്നാൽ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ചോദ്യം, പ്രതിഫലം കിട്ടുന്നില്ലല്ലോ, ഒരു നന്മയും കിട്ടുന്നില്ലല്ലോ. അവർ കമ്പയർ ചെയ്ത് പറയുന്ന ആൾക്കാർ അവർ പറയാണ്, ബ്രദർ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും എനിക്ക് കിട്ടുന്നില്ല, എന്നാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ട്. അവർ നന്മ പ്രാപിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. അക്രമം ചെയ്യുന്നവരും പാപം ചെയ്യുന്നവരും ദൈവത്തിനെ വിട്ട് ദൂരം നിൽക്കുന്നവർക്കെല്ലാം നന്മകളും അനുഗ്രഹവും പ്രതിഫലവും കിട്ടുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ആമേൻ. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, പ്രതിഫലം ഉണ്ട് നിശ്ചയം, അതിനൊരു മാറ്റമില്ല. അതിന് മുമ്പിൽ കയറി വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രതിഫലം ആർക്ക് കിട്ടുമെന്നറിയാവോ? നീതിമാന്. ആമേൻ. നീതിമാനെന്ന് ദൈവം ഒരു വ്യക്തിയെ വിളിക്കുകയാണെങ്കിൽ അവന് പ്രതിഫലം ഉണ്ട് തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ദൈവം നീതിമാനെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആമേൻ, വിളിച്ചിട്ടുണ്ടോ? ബൈബിൾ ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണിച്ചു തരാം. ആമേൻ. ഗലാത്യർ ഇങ്ങനെ പറയുന്നു, അബ്രഹാമിനെ ദൈവം നീതിമാനെന്ന് വിളിച്ചു. ദൈവം ചുമ്മാ ആരെ കയറി നീതിമാനെന്ന് വിളിക്കില്ല. ആമേൻ. അതിനൊരു പ്രത്യേകം കാരണങ്ങളുണ്ടായിരിക്കും. ആമേൻ. കാരണം ഈ ലോകത്തിൽ മനുഷ്യർ നമുക്ക് ഓരോരുത്തർക്കും പേരിടാറില്ലേ? നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ സ്കൂളിലൊരു പേരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എനിക്ക് ഇതുവരെയ്ക്കും ഒരു പേര് വീണിട്ടില്ല. എന്നാൽ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാർക്ക് ഒരുപാട് പേരുകളുണ്ട്. കാരണം അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരവും അവരുടെ ശീലങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികൾ, ഓരോ പേരുകളും ഇട്ടിട്ടുണ്ട്. പേരിവിടെ പറയാൻ പറ്റില്ല. ഓരോ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും വീട്ടിലൊരു പേര് അച്ഛനമ്മമാരിടും പോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു പേരിടും അല്ലേ? അതുപോലെ തന്നെ ദൈവം, ആമേൻ, ഇവിടെ നീതിമാനെന്ന് ഒരുത്തനെ പേര് വിളിക്കണമെങ്കിൽ, ഒരാൾക്ക് ഒരു വ്യക്തിയെ നോക്കി നീതിമാൻ എന്ന പേര് വിളിക്കണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം അബ്രഹാമിനെ നീതിമാൻ എന്ന് വിളിച്ചെന്ന് വചനം പറയുന്നുണ്ട്. ഗലാത്യരാണ്, ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. ഗലാത്യർ 3:6 ഇങ്ങനെ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടല്ലോ. ആമേൻ. ഓർക്കണമേ, ദൈവം അബ്രഹാമിനെ നീതിമാൻ എന്നുള്ള പേര് വിളിക്കാൻ കാരണം എന്നറിയാവോ? ആമേൻ, അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് നീതിമാൻ. ആമേൻ. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ദൈവം നിന്നെ വിളിക്കും നീതിമാൻ. അങ്ങനെ വിളിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്, അവന് പ്രതിഫലം
ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തരുന്ന പ്രതിഫലം ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുവാൻ മാത്രമല്ല. ആമേൻ. ഈ പ്രതിഫലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രതിഫലം ആമേൻ ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലേക്കും ഈ പ്രതിഫലം നിനക്ക് കിട്ടും. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ പക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ആമേൻ. ദൈവമാണോ നിന്നെ നീതിമാനെന്ന് വിളിച്ചാൽ? ആമേൻ. എന്നാൽ വചനം പറയുന്നു, ദൈവം ഒരുവനെ നീതിമാനെന്ന് വിളിച്ചാൽ അവന് പ്രതിഫലമുണ്ട്. ഇതിൻ്റെ ഒരു തിരിച്ചറിവ് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരും കാണുന്നതിനെ നോക്കി ഓടുന്നു, ഞാനോ കാണാത്തതിനെ നോക്കി ഓടുന്നു. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്, പക്ഷെ കാണാത്തതുകൊണ്ടല്ലോ അത് നിത്യത. തനിക്ക് ഈ ഭൂമിയിൽ കഷ്ടത, പ്രതികൂലം, വേദനയൊക്കെ വന്നപ്പോൾ ആമേൻ തനിക്കൊരു വിശ്വാസമുണ്ട്, തൻ്റെ പ്രതിഫലം ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും ആമേൻ നിത്യതയിൽ എനിക്ക് ആ പ്രതിഫലമുണ്ട്. അവൻ പറയുന്നുണ്ട്, ആമേൻ എനിക്ക് വേണ്ടി ദൈവം ഒരു വാടാത്ത ജീവകിരീടം, ആരും മോഷ്ടിക്കാത്തൊരു ജീവകിരീടം എനിക്കായി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ എനിക്കായിട്ടൊരു വാസസ്ഥലം ആമേൻ നിത്യതയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. തനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു പൗലോസിന്. ആമേൻ എനിക്ക് ആമേൻ ഒരു പ്രതിഫലമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പ്രതിഫലമുണ്ട്. ആമേൻ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവനെ നീതിമാനെന്ന് വിളിച്ചത്. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആമേൻ തീർച്ചയായിട്ടും നിനക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. ഒരിക്കലും ഈ പ്രതിഫലം ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒന്നുകൂടെ പറയാം, ആമേൻ ഇത് പറഞ്ഞത് ദൈവമാണ്, മനുഷ്യനല്ല. നിനക്ക് പ്രതിഫലം തരും, അല്ലെങ്കിൽ നിനക്കൊരു നന്മ തരും, അല്ലെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉയർത്തും എന്നൊരു മനുഷ്യൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാം, നടക്കാതെ ഇരിക്കാം. അതിന് 2 ചാൻസ് ഉണ്ട്. ഒന്നിര് നടക്കാം, നടക്കാതെ ഇരിക്കാം. എന്നാൽ ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേൽ അവിടെ നടക്കും, നടക്കാതെ ഇരിക്കും എന്നൊരു കാര്യത്തിന് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും അത് നടക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ആമേൻ പല കാര്യങ്ങളും പലരും എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പലതും നടന്നിട്ടില്ല. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഗൾഫ് രാജ്യത്ത് പോയി. എന്നാൽ എനിക്ക് അവിടെ നിൽക്കുവാൻ പറ്റില്ല. എന്നെ ഒരു കൂട്ടുകാരൻ സഹായിച്ചു. ആരും സഹായിച്ചില്ല. എന്നാൽ എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന സമയത്തുള്ള ആരും എന്നെ സഹായിച്ചില്ല. എന്നാൽ ഒരു കൂട്ടുകാരനെ സഹായിക്കുവാൻ വേണ്ടി വന്നു. ആമേൻ. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് ആമേൻ എനിക്ക് അവിടെ നിൽക്കുവാൻ പറ്റിയില്ല. എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി വന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട ആമേൻ, നീ തിരിച്ചു പോയാലും ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. നീ പേടിക്കണ്ട, ഞാൻ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നിന്നെയും രക്ഷപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞു. ഞാൻ അവനിൽ വിശ്വസിച്ചു. എന്നാൽ ഞാൻ ആ രാജ്യത്ത് നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്നു. എന്നാൽ വന്നിട്ട് ആമേൻ 1 വർഷം ചില മാസങ്ങളും കഴിഞ്ഞിട്ടും ആമേൻ തനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കുവാൻ പറ്റില്ല. തനിക്കും കുറേ ആവശ്യങ്ങളും കാര്യങ്ങളുണ്ട്, തനിക്കും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അവനെ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം മനുഷ്യർ പറയുന്ന വാക്ക് ചിലപ്പോൾ അവർക്ക് പാലിക്കുവാൻ പറ്റാതെ വരും. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്നോട് പറഞ്ഞു, നീ വിശ്വസിക്കുക, ആമേൻ അവൻ്റെ മഹത്വം കാണും. ആമേൻ. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ എന്നെ വഴി നടത്തും. ആമേൻ. എൻ്റെ അവസ്ഥ കണ്ട്, എൻ്റെ സിറ്റുവേഷൻ കണ്ട് എന്നെ പലരും കളിയാക്കി, പലരും കുറ്റപ്പെടുത്തി. ആമേൻ. എന്നാൽ ആമേൻ പലരും കുറ്റപ്പെടുത്തുമ്പോഴും ഒതുക്കി വയ്ക്കുമ്പോഴും ഒറ്റയ്ക്ക് പോയിരുന്ന് കരയാറുണ്ട്. ആമേൻ. പക്ഷെ ഞാൻ നോക്കുന്നൊരു മുഖമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ മുഖം. കാരണം അവൻ എന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മാത്രം മതി, നിനക്കുള്ള പ്രതിഫലമുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ നിന്നെ ആരെങ്കിലും ഒതുക്കി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? ഇപ്പോഴും നീ ദൈവത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആമേൻ നിന്നെ പലരും കളിയാക്കാറുണ്ടായിരിക്കും. നീ ദൈവത്തിനെ വിട്ട് മാറിയിരുന്നെങ്കിൽ, നീ ദൈവത്തിനെ വിട്ട് ദൂരം പോയിരുന്നെങ്കിൽ, ആമേൻ നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരുന്നെങ്കിൽ നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ നിനക്ക് ചുറ്റുമുണ്ടായിരിക്കാം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്നാൽ നീ അതൊന്നും വകവെക്കണ്ട. ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥ 0 ഉള്ള അവസ്ഥയായിരിക്കും. ആമേൻ. എന്നാൽ ഒരു കാര്യം നീ മറക്കരുത്, പല ആയിരങ്ങളും പല ലക്ഷങ്ങളും ഈ 0 ഉള്ളത് കൊണ്ടാണ് ആമേൻ പറയാൻ പറ്റുന്നത്. ആമേൻ. ഇന്ന് നീ 0-ലായിരുന്നാൽ നിന്നെ ഉയർത്തുന്നൊരു ദിവസം ഉണ്ട്, നീ മറക്കരുത്. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രതിഫലമുണ്ട് നിശ്ചയം. നീ നീതിമാനാണോ? പ്രതിഫലമുണ്ട്. നീതിമാനാവണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് നീതിമാൻ. ഹല്ലേലൂയ. ഇന്ന് പലരും ദൈവത്തിന് വിട്ട് ഓടാനുള്ള കാരണം പ്രതിഫലം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ്. ആമേൻ. നീ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ? തീർച്ചയായിട്ടും നീ പ്രതിഫലമുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ഇപ്പോഴത്തെ ഈ അവസ്ഥ നീ നോക്കണ്ട. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിനക്ക് തന്നെ ചിലപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ചിരി തോന്നാം. ആമേൻ. എനിക്കെന്ത് പ്രതിഫലം കിട്ടാനാ? എൻ്റെ ഈ അവസ്ഥ, ദയനീയ അവസ്ഥ, എനിക്കൊന്നുമില്ല. എന്നാൽ വചനം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീയും ഞാനും നിൽക്കുന്നത്. ഇപ്പോഴത്തെ നിൻ്റെ ഈ അവസ്ഥ വിട്ടേക്ക്. ആമേൻ. എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും എന്നെ കാണുമ്പോൾ പലരും കളിയാക്കാറുണ്ട് നിൻ്റെ ഒരു അവസ്ഥ. ആമേൻ. ഞാൻ നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചിട്ട് പലപ്പോഴും ജോലിയില്ലാതെ നടന്നിട്ടുണ്ടായിരുന്നു. പലയിടത്തും ജോലി പോയി, ജോലി കിട്ടാതെ ആമേൻ
നടക്കുമ്പോഴെല്ലാം എല്ലാവരും കളിയാക്കാറുണ്ട്. പലയിടത്തും പോയി ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ചിറങ്ങാറുണ്ട്. പലരും എന്നെ കളിയാക്കി നോക്കുമ്പോൾ ആമേൻ ഞാൻ നോക്കുന്നൊരു മുഖമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ മുഖം. ആമേൻ, നീ ദൈവത്തിൻ്റെ നോക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. മനുഷ്യൻ്റെ മുഖം നോക്കുന്നവൻ ലജ്ജിച്ചു പോകും, എന്നാൽ ദൈവത്തിൻ്റെ മുഖം നോക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കില്ലെന്ന് അതെൻ്റെ അനുഭവം കൊണ്ടാണ്. ഇന്ന് എനിക്ക് ഒന്നുമില്ലായിരിക്കാം, ഞാൻ സീറോ ബാലൻസ് ആയിരിക്കാം. ആമേൻ, എൻ്റെ അക്കൗണ്ടിൽ കാശ് എന്ന് പറയാനൊന്നും കാണില്ല. എന്നാൽ നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന്. ആമേൻ, കളിയാക്കിയവരുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നീ ഭയപ്പെടേണ്ട. ഞാൻ പറയാറുണ്ട്, ആമേൻ, ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ആമേൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഓടില്ല. കാരണം ഒരു കാലത്ത് ആമേൻ ലോകത്തിൽ എൻ്റെ കൂട്ടുകാരുടെ പിന്നിലും ആമേൻ ലോകത്തിൻ്റെ പിന്നിലും ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെന്നെ കൊണ്ടെത്തിച്ചത് മരണത്തിൻ്റെ വക്കിലാണ്. അവിടെ നിന്നാണ് അവൻ എന്നെ വേർതിരിച്ചു കൊണ്ടുവന്നത്. ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ ലോകത്തിന് നോക്കി ആമേൻ ഞാൻ ഓടില്ല. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നും ഇല്ലാതിരുന്നാലും ഞാൻ എൻ്റെ ദൈവത്തിന് വിടില്ല എന്നൊരു തീരുമാനമെടുത്തത് കൊണ്ട് ഇന്നും ആമേൻ ജീവനോടെ ഞാൻ നിൽക്കുവാൻ ഇടയായി. ആമേൻ, ഞാൻ ആ പട്ടണം വിട്ട് വന്നപ്പോഴും ഇവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു ജോലി ദൈവം തരുവാനും ഈ നാട്ടിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ നിൽക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നു. എന്നാൽ ഒരു കാര്യം, നിന്നെ കളിയാക്കി ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്തു നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിന്നെ ആ സ്ഥലത്തെ ദൈവം കൊണ്ടുപോകും. കാരണം തീർച്ചയായിട്ടും നീ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ്, ദൈവത്തിൽ വിശ്വസിച്ച് നിന്നതുകൊണ്ടാണ് നീ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ സ്ഥലത്ത് ദൈവം കൊണ്ടുപോകാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഓർക്കണമേ, ഇവിടെ പറയുന്നു നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നീ വിശ്വസിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പ്രതിഫലമുണ്ട്. താഴെ പറയുന്നുണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ മറക്കരുത്. ദൈവത്തിന് വിട്ട് ദൂരം ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പേരിന് മാത്രം ഞായറാഴ്ച ചർച്ചിൽ പോയി ആരാധിക്കുന്ന വ്യക്തിയാണോ നീ? നന്മയ്ക്ക് മാത്രം ദൈവത്തിനടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണോ? ഈ കിട്ടുന്ന ഈ നന്മകൾ ഭൂമിയിൽ കുറച്ച് ദിവസം നിനക്ക് ജീവിക്കാൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ ഒരു ന്യായവിധി ഉണ്ടെന്ന് നീ മറക്കരുത്. ഒരിക്കലും മറക്കരുത്. ഈ ഭൂമി ഒരു ദിവസം നശിച്ചു പോകും. ഈ ഭൂമി തീക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഈ ഭൂമിയിൽ നീയും ഞാനും താൽക്കാലികമായി വസിക്കുവാൻ വന്നവരാണ്. ഒരു ദിവസം നീയും ഞാനും പറന്നു വരും. അന്ന് മധ്യാകാശത്തിൽ നിന്നെയും എന്നെ വരവേൽപ്പാൻ വേണ്ടി യേശു ദൂതന്മാർ ഇറങ്ങി വരുമ്പോൾ അന്ന് നീ അതിന് യോഗ്യനായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തിൽ വിശ്വസിക്കുക, നീതിയുള്ളവനായിരിക്കുക, അവൻ്റെ വചനങ്ങൾ പ്രമാണിക്കുക. വലത്തോട്ടും ഇടത്തോട്ടും തിരിയരുത്. നിൻ്റെ നാവിലും വായിലും അവൻ്റെ വചനം ഇരിക്കട്ടെ. ലോകം നിന്നെ പകയ്ക്കാം, കുറ്റപ്പെടുത്താം, ഒതുക്കി വയ്ക്കാം. എന്നാൽ നീ ഒന്നിനെ കണ്ട് ഭയപ്പെടേണ്ട. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അറിയാൽ അവൻ നിന്നെ സകല കാര്യങ്ങളിൽ നിന്നെ അവൻ ഉയർത്തും. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, തീർച്ചയായിട്ടും നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നീ ഭയപ്പെടേണ്ട. നിന്നെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കളിയാക്കി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ദൈവത്തിന് കാത് കേൾക്കില്ല, ദൈവത്തിന് വയസ്സായി, ദൈവമേ എന്ന് വിളിച്ചിട്ട് പ്രയോജനമില്ല, നീ കള്ളത്തരം ചെയ്തെങ്കിൽ നിനക്ക് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഞാൻ അങ്ങനെ ചെയ്യണോ? ഞാൻ ഇങ്ങനെ ചെയ്യണമോ? അപ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കുക, നീ എന്നെ വിശ്വസിക്കുക, അത് മാത്രം ചെയ്താലും മതി. അവനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചത് കൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് എൻ്റെ അവസ്ഥയിൽ ഇങ്ങനെയായിരിക്കാം, എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നൊരു ദിവസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് സകലത്തും നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണോ നീ? ഇന്നും ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ, കള്ളത്തരത്തിൽ കൂടെ ചിലത് എനിക്ക് നേടിയെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ എനിക്ക് നേടിയെടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സകലതും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണോ? എന്നാൽ നീ ഭയപ്പെടേണ്ട. നിന്നോട് പറയുവാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, വിശ്വസിക്കുക. അവനെ ദൈവം നീതിമാനെന്ന് വിളിക്കും. നിനക്ക് നീതിമാനെന്നുള്ള പേര് വിളി കേട്ടാൽ നിനക്ക് പ്രതിഫലമുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങനെ കരങ്ങളിലേക്ക് തരുന്നപ്പോൾ വിശ്വസിക്കുന്നവനെ ദൈവം വിളിക്കുന്നു നീതിമാനെന്ന്, അവന് പ്രതിഫലമുണ്ട്. അപ്പം നീ നന്മ ജനത്തിന് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തല്ലോ. അപ്പം അങ്ങനെ ചെയ്യുവാൻ പോകുന്നു പ്രാർത്ഥനയുടെ പിതാവേ. ആമേൻ.